ഹായ് നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ചെയ്യുക. ഇന്ന് ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ട് റഹീമിന്റെ മോചനം വൈകുന്നു എന്നതിനെ കുറിച്ചാണ്. 34 കോടി രൂപ മലയാളികളെല്ലാം ചേർന്ന് വളരെ എളുപ്പത്തിൽ പിരിച്ചെടുത്തെങ്കിലും രണ്ടാഴ്ച പിന്നിട്ടിട്ടും ഇതുവരെ എംബസിയിലേക്ക് ആ തുക കൈമാറാൻ സാധിച്ചിട്ടില്ല. അതിന്റെ പ്രധാന കാരണം വിദേശകാര്യ മന്ത്രാലയം വഴി മാത്രമേ എംബസിയിലേക്ക് ആ തുക കൈമാറാൻ സാധിക്കൂ. സഹായ സമിതിക്ക് ഈ തുക കൈമാറുന്നതിന് വേണ്ടി വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് അക്കൗണ്ട് നമ്പർ കിട്ടേണ്ടതുണ്ട്. പക്ഷെ അത് ഇതുവരെ കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെടേണ്ടവരെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ ഭാഗമായിട്ടാവണം അത് വൈകിക്കൊണ്ടിരിക്കുന്നു എന്ന് കരുതാൻ. എത്രയും പെട്ടെന്ന് അത് നടത്തിയേ മതിയാകൂ. കാരണം ഇതിന്റെ അവധി കഴിഞ്ഞ് സൗദി കോടതി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ ആ മരണപ്പെട്ട കുട്ടിയുടെ കുടുംബത്തെയും റഹീമിനെയും വിളിക്കാനും അതുപോലെ തന്നെ ദയാധനം കൈമാറാനും സാഹചര്യം ഒരുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ തുക അവിടെ എത്തേണ്ടതുണ്ട്. വിദേശകാര്യ മന്ത്രാലയം വഴി മാത്രമേ സാധ്യമാകൂ എന്ന് നേരത്തെ പറഞ്ഞു. ട്രസ്റ്റ് അറിയിച്ചിട്ടുള്ളത് നിരന്തരം അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അക്കൗണ്ട് നമ്പർ കിട്ടേണ്ട താമസം, തുക കൈമാറും എങ്കിൽ മാത്രമേ അവിടെ ദയാധനം കൈമാറ്റം നടത്താൻ കഴിയുകയുള്ളൂ. സൗദി കോടതി വിളിപ്പിക്കുന്ന സമയമാകുമ്പോഴേക്ക് ഇത് കൈമാറ്റം നടന്നിട്ടില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടിലാകും. അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധ ആ വിഷയത്തിൽ ഉണ്ടാവണമെന്നും അതിനുവേണ്ടി സഹകരിക്കണമെന്നും നിരന്തരം ഈ സഹായ സമിതി അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനിടക്ക് ഈ ഒരു വിഷയത്തെ ഒരു വിഭാഗത്തിന്റെ വിഷയമാക്കി അതിനെ ഒരു വർഗീയ നിറം നൽകുന്നതിന് വേണ്ടിയുള്ള ചില കുപ്രചരണങ്ങൾ സോഷ്യൽ മീഡിയകളിലൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ കേരളത്തിന്റെ മനസ്സ് ഒന്നാണ്. അവിടെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും എളുപ്പത്തിൽ ഈ 34 കോടി നമുക്ക് പിരിച്ചെടുക്കാൻ കഴിഞ്ഞതും. അതുകൊണ്ട് അത്തരം വർഗീയപരമായിട്ടുള്ള കുപ്രചരണങ്ങളിൽ ആരും വീണുപോകരുത്. എന്തായാലും 18 വർഷത്തോളം ജയിൽവാസം അനുഭവിച്ച് കഷ്ടപ്പെട്ട് അദ്ദേഹത്തിന്റെ ഉമ്മയെ പോലും കാണാൻ കഴിയാതെ ജീവിച്ചൊരു മനുഷ്യനാണ്. ആ ഒരു പരിഗണന നമുക്ക് തീർച്ചയായിട്ടും നൽകാം. എത്രയും പെട്ടെന്ന് ആ ഉമ്മക്കും അതുപോലെ തന്നെ മോനെ കാണാനുള്ള ആഗ്രഹമുണ്ട്. അവരുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധ്യമാവട്ടെ എന്ന് നമുക്ക് ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കാം.